ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. താൻ ഇത് ചെയ്തത് ആരെങ്കിലും പറഞ്ഞിട്ടാണെങ്കിൽ, ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ, ആദ്യം തന്റെ അവസാനം, പിന്നീട് അത് ചെയ്യിച്ചവരുടെ. സൂക്ഷിച്ചോ. പോലീസ് കസ്റ്റഡി നിൽക്കുന്ന ആളെ വിരട്ടൻ താൻ ആരാടോ? ട്രീറ്റ്മെന്റിന് സാറ് സമയം കണ്ടെത്തിയേ പറ്റൂ. മെഡിസിൻ കഴിക്കുന്നതുകൊണ്ട് തൽക്കാലം പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും മുന്നോട്ട് പോകുമ്പോ സ്ഥിതിഗതികൾ വഷളായേക്കും. നാടിന് നടക്കുന്ന ഒരു വാർത്തയാണ് നമുക്കിപ്പോ അറിയാൻ കഴിയുന്നത്. വിദ്യാഭ്യാസ മന്ത്രി പ്രതാപ് വർമ്മയ്ക്ക് കാർ അപകടം. മന്ത്രിയുടെ നില ഗുരുതരം. മന്ത്രി പ്രതാപ വർമ്മയ്ക്ക് കാർ അപകടത്തിൽ പരിക്ക്. മന്ത്രി ആശുപത്രി. വിദ്യാഭ്യാസ മന്ത്രി പ്രതാപ വർമ്മയ്ക്ക് കാർ അപകടത്തിൽ പരിക്ക്. മന്ത്രിയുടെ നില ഗുരുതരം. ഇപ്പോൾ മന്ത്രിയെ ഐസിയുയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അല്പം മുമ്പാണ് നാടിനെ നടുക്കിയ ഈ കാർ അപകടം ഉണ്ടായത്. കഴക്കൂട്ടം പോത്തങ്കോട് റോഡിൽ വെച്ചാണ് ഈ അപകടമുണ്ടായത്. പ്രതാപ വർമ്മ ഒറ്റയ്ക്ക് സഞ്ചരിച്ചിരുന്ന കാറിലേക്ക് എതിരെ വന്ന ലോറി ഇടിക്കുകയായിരുന്നു. ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇതാണോ നിങ്ങളുടെ വണ്ടിയാണ് പറയൂ സർ. സർ സർ പ്രതിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്തിനാണ് സർ? പ്ലീസ് പറയൂ സർ. ഇയാളാണോ ആ ലോറി ഓടിച്ചിരുന്നത്? അതെ, ഇയാളെ ലോറി ഓടിച്ചിരുന്നേ. ആര് തന്ന കൊട്ടേഷൻ ആയിരുന്നോ ഇത്? ചോദിച്ചു കേട്ടില്ലേ ആരുടെ കൊട്ടേഷൻ ആയിരുന്നു ഇതെന്ന്? ഇത് ആരുടെയും കൊട്ടേഷൻ ഒന്നുമല്ല. സാറ് വളവ് തിരിഞ്ഞ് റോങ് സൈഡ് കയറി വന്നു. അങ്ങനെ ആക്സിഡന്റ് ഉണ്ടായത്. ഇതൊരു കൊട്ടേഷന്, നോ ഡൗട്ട്. ആര് പറഞ്ഞിട്ടാണ് നീ ഇത് ചെയ്തതെന്ന് ഇനി പറഞ്ഞാ മതി. പിടിപെടണം മിസ്റ്റർ. നിങ്ങൾ മിനിസ്റ്ററുടെ PA മരുമകനോ ഒക്കെ ആയിരിക്കും. ഈ ആക്സിഡന്റിൽ കോൺസ്പിറസി നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ ഇവിടെ പോലീസുണ്ട്. താനാ വട്ടമുടി സ്റ്റേഷനിലെ CA അല്ലേ? താനൊക്കെ ഏത് വകുപ്പിൽപ്പെട്ട പോലീസാണെന്ന് എനിക്ക് നല്ലോണം അറിയാം. കൃത്യമായി താൻ ഈ കാര്യത്തില് വന്ന് ചേർന്നതുകൊണ്ട് ഇക്കാര്യത്തില് ഉറപ്പായിട്ടും ദുരൂഹത ഉണ്ട്. ദുരൂഹത ഉണ്ടെങ്കിൽ തെളിയിക്കടാ. എന്താ സംശയം? തെളിയിക്കും. താൻ ഇത് ചെയ്തത് ആരെങ്കിലും പറഞ്ഞിട്ടാണെങ്കിൽ, ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ, ആദ്യം തന്റെ അവസാനം, പിന്നീട് അത് ചെയ്യിച്ചവരുടെ. സൂക്ഷിച്ചോ.
പോലീസ് കസ്റ്റഡി നിൽക്കുന്ന ആളെ വിരട്ടാൻ താൻ ആരാടോ? DGPയോ? അല്ലടോ, ഈ ജനാധിപത്യ രാജ്യത്തിലെ സാധാരണ പൗരൻ. അകത്ത് ആക്സിഡന്റിൽ പെട്ട് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന ആളാരാണെന്ന് തനിക്കറിയാലോ. റോഡപകടം നടക്കുന്നത് സർവ്വസാധാരണമാ. അതിന് പോലീസുകാരുടെ മെക്കിട്ട് കയറിയാലുണ്ടല്ലോ. മെക്കിട്ട് കയറിയാൽ എന്ത് ചെയ്യടോ? പോലീസ് സേനയിലെ ഒരു നോട്ടപ്പുള്ളിയാണ് താൻ. താൻ ഇതിൽ ഇടപെട്ടതുകൊണ്ടാ എന്റെ സംശയം ബലപ്പെട്ടത്. സൂക്ഷിച്ചോ, തെളിവ് നശിപ്പിക്കാനോ മറ്റോ ശ്രമിച്ച തന്റെ തൊപ്പി ഞാൻ ആദ്യം തെറിപ്പിക്കും. ബാക്കി ഞാൻ പറയുന്നില്ല. സാർ, ഈ അപകടത്തിൽ ദുരൂഹതയുണ്ടെന്നാണോ പറയുന്നത്? ഇതില് ഗൂഢാലോചന നടന്നിട്ടുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. സാർ, ഈ വിഷയത്തെ കുറിച്ച് എന്തെങ്കിലും പറയണം സാർ. പറയൂ, സാർ, ആരാണ് ഇതിന്റെ പിന്നിൽ? ഋതു കരയാതെ. വർമ്മ സാറിനൊന്നും വരില്ല. സമാധാനായിട്ടിരിക്കെ. നമ്മുടെ പ്രാർത്ഥനകള് ദൈവം കേൾക്കും. ഇവനെന്താ സംശയത്തോടെ എന്നെ തന്നെ നോക്കുന്നേ? രാജു, You are lucky, Varma sir. God saved you. ദുർമരണം കിട്ടാനുള്ള പാപമൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഡോക്ടർ. പാപവും പുണ്യവും ഒക്കെ വേറെ. പാപത്തിനും പുണ്യത്തിനും ഒക്കെ ദൈവത്തിന്റെ കോൺസെപ്റ്റ് വേറെ ആയിരിക്കും. ദൈവത്തിന്റെ കാര്യം ദൈവത്തിനല്ലേ അറിയൂ. കാലിലെ ഈ ചെറിയ ഫ്രാക്ചർ അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എയർ ബാഗ് കൃത്യമായിട്ട് വർക്ക് ആയതുകൊണ്ടാ ഒരു കുഴപ്പവും പറ്റാത്തത്. എന്തായാലും ഇത് വല്ലാത്തൊരു അത്ഭുതം തന്നെയാ. ശരീരവേദനയോ വല്ലതും ഉണ്ടോ? പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല ഡോക്ടർ. ഒരു ആക്സിഡന്റ് ഉണ്ടായതല്ലേ, അതിന്റെ ഒരു വിഭ്രാന്തി മാത്രം. എന്തായാലും ഒരു 2 days റെസ്റ്റ് എടുക്കുന്നത് നന്നായിരിക്കും. സാറിന് ഇന്ന് തന്നെ പോവാം. താങ്ക് യു ഡോക്ടർ. ശരി.